നിന്റെ ദേശത്തെയും ബന്ധുക്കളെയും പിതൃഭവനത്തെയും വിട്ട് ഞാൻ കാണിച്ചു തരുന്ന നാട്ടിലേക്ക് പോവുക. ഞാൻ നിന്നെ വലിയൊരു ജനതയാക്കും. മലബാർ കുടിയേറ്റത്തിൻ്റെ ഓർമ്മകൾ ഉറങ്ങാത്ത മണ്ണ്, കാട്ടാറിൻ്റെ രൗദ്രഭാവത്തിൽ പൊലിഞ്ഞുപോയ സഹോദരഗണങ്ങളുടെ ഓർമ്മകൾ കാത്തുവെച്ച് അതിജീവനത്തിൻ്റെ കാനനപ്പാതകൾ വെട്ടിത്തെളിച്ച് വെട്ടിപ്പിടിച്ച പൂർവപിതാക്കന്മാരുടെ ഓർമ്മകൾ മായാത്ത മണ്ണ്, ദുരിതപർവങ്ങളുടെ മുനമ്പിൽ ഇടറിപ്പോകാത്ത മനസ്സുമായി മുന്നേ ഗമിച്ച പിതാമഹന്മാരുടെ ഓർമ്മകളിൽ കർത്താവേ, ഞങ്ങൾ അങ്ങയിൽ അഭയം പ്രാപിക്കുന്നു. കഷ്ടദുരിത കാലങ്ങൾക്കൊടുവിൽ ആത്മീയ ഉണർവിൻ്റെ ആലയമൊരുക്കി തേജസ്സാർന്ന ആത്മീയ നവ്യാനുഭവം പകർന്നതിന്, ഈ അമ്മയുടെ പുഞ്ചിരി കൊണ്ട് കുരിശിൻ്റെ പ്രഭ ചുരിഞ്ഞ് ഈ നാടിനെ അഭിവൃദ്ധിപ്പെടുത്തുന്നതിന് നന്ദി അമ്മേ. പ്രപഞ്ചത്തെ മുഴുവൻ ഉണർത്തുന്ന സർവശക്തനായ ദൈവത്തോട് കൃപാവരങ്ങൾ ചൊരിഞ്ഞ് അനുഗ്രഹിക്കണമേ എന്ന പ്രാർത്ഥനയോടെ ഒരു നൃത്തവുമായി നമ്മുടെ കൊച്ചു കൂട്ടുകാർ ഇതാ. പ്രപഞ്ചാത്മാവേ ഉണരൂ, ഉണരൂ, വരദായക കൃപാവരം ചൊരിയൂ, ചൊരിയൂ, താവക പാദതാരിണ കൂപ്പിടും തവദാസർത്തൻ മാലകറ്റണേ, നോവകറ്റണേ, സത്യമേവ സർവേശ്വര. സനി സരി മരി മപനി സനി സരി മരി മരി സനി പമ പനി സനി പമരി മപനി സനി പമരി സനി രി. അറിവിൻ കതിരൊളി നിറവിൽ നൽകണേ, അനുപമ ജ്യോതിസേ പരമ്പൊരുളേ. അറിവിൻ കതിരൊളി നിറവിൽ നൽകണേ, അനുപമ ജ്യോതിസേ പരമ്പൊരുളേ. എരിയും തിരികളായി അഗ്നിനാളങ്ങളായി പടരൂ, ചൊരിയൂ, തമസകറ്റൂ. എരിയും തിരികളായി അഗ്നിനാളങ്ങളായി പടരൂ, ചൊരിയൂ, തമസകറ്റൂ. അറിവിൻ കതിരൊളി നിറവിൽ നൽകണേ, അനുപമ ജ്യോതിസേ പരമ്പൊരുളേ. വെൺതിങ്കൾ കല പോലെ പ്രഭവിതറി ഒളിച്ചിതറി മനസ്സും
ഹൃദയവും ജ്വലിച്ചിടട്ടെ. വെൺതിങ്കൾ കല പോലെ പ്രഭവിതറി ഒളിച്ചിതറി മനസ്സും ഹൃദയവും ജ്വലിച്ചിടട്ടെ. കർമ്മധർമ്മങ്ങൾ ചിന്തകളൊക്കെയും നിന്നിലർപ്പിച്ചെന്നും നീങ്ങിടട്ടെ. കർമ്മധർമ്മങ്ങൾ ചിന്തകളൊക്കെയും നിന്നിലർപ്പിച്ചെന്നും നീങ്ങിടട്ടെ. നടനമായി ചടുലതാളമായി നടനമായി ചടുലതാളമായി അരങ്ങുണരുമീ വേളയിൽ രാഗവീചികൾ മേളങ്ങൾ നൃത്തവും നാട്യവും സർവം ശുഭമായിടാൻ സ്വർഗനാഥ തുണയ്ക്കണേ. 1972 ഫാദർ ജോസഫ് കണിയാമറ്റം ശുശ്രൂഷ ചെയ്തു. 1973 ഫാദർ ജോസഫ് മെരിയമേൽ അച്ഛൻ ചുമതലയേൽക്കുന്നത്. അച്ഛൻ്റെ കാലത്താണ് അഞ്ചേക്കർ സ്ഥലം പള്ളിക്ക് വേണ്ടിയിട്ട് വാങ്ങുന്നത്. 1974 ഫാദർ ജോസഫ് കാപ്പിലച്ഛൻ ഇവിടെ വികാരിയായി ചുമതലയേൽക്കുന്നു. അച്ഛൻ്റെ കാലത്ത് തന്നെ ഇവിടെ സെൻറ്റ് മേരീസ് UP സ്കൂള് തുടങ്ങുന്നത് 1976 ജൂൺ 1-നാണ്. ആ കാലത്ത് തന്നെ മേലുമിനുങ്ങോടിയിലെ സെൻറ്റ് മേരീസ് കുരിശുപള്ളിയുടെ പ്രവർത്തനവും തുടങ്ങി. 1972 ആരംഭിച്ച ഡിസ്പെൻസറി സെൻറ്റ് മേരീസ് ഡിസ്പെൻസറി കൂടുതൽ സൗകര്യാർത്ഥം 1978 ഓഗസ്റ്റ് 15 അച്ഛൻ ആശുപത്രിയായിട്ട് ഇപ്പോഴുള്ള സ്ഥലത്ത് പ്രവർത്തനം ആരംഭിക്കുന്നു. 1974 അടുത്തിടെ കേന്ദ്രമാക്കി വിൻസെൻഷൻ ആശ്രമവും നിലവിൽ വന്നു. 1977 ഫാദർ ജോസഫ് അരഞ്ഞാണി ഓലിക്കൽ ഇവിടെ വികാരിയായി സേവനം ചെയ്യാൻ ആരംഭിക്കുന്നത്. അച്ഛൻ 7 വർഷക്കാലം ഈ ഇടവകയിൽ ശുശ്രൂഷ ചെയ്തു. ഏറ്റവും കൂടുതൽ വർഷങ്ങൾ ഈ ഇടവകയിൽ സേവനം ചെയ്ത് ജോസഫ് അരഞ്ഞാണി ഓലിച്ചനാണ്. അച്ഛൻ്റെ കാലത്ത് കാക്കേങ്ങാട് കുരിശുപള്ളി സെൻറ്റ് ജൂഡിൻ്റെ പേരിൽ ആരംഭിച്ചു. അതുപോലെ വിൻസെൻ്റ് പോൾ സംഘടനാ ശാഖ ഇവിടെ സ്ഥാപിതമായി. മടപ്പരച്ചാലിൽ കുരിശടി ആരംഭിച്ചു. ഇടവക സ്ഥാപനത്തിൻ്റെ 25ാം വാർഷികവും അച്ഛൻ്റെ കാലത്ത് ആഘോഷിക്കുകയുണ്ടായി. അച്ഛൻ്റെ കാലത്താണ് ഇവിടെ ഇപ്പോൾ കാണുന്ന പള്ളി മനോഹരമാക്കി പണി പൂർത്തിയാക്കിയതും. 1984 അച്ഛൻ സൽമാരി പോയപ്പോൾ അവരുടെ ജോൺ കടുവമാക്കൽ അച്ഛൻ ഇവിടെ ചുമതലയേറ്റു. അച്ഛനാണ് റബ്ബർത്തോട്ടം ഇവിടെ നട്ടുപിടിപ്പിച്ച് ഇടവകയ്ക്ക് സാമ്പത്തികമായ സുസ്ഥിതി ഏർപ്പെടുത്താൻ സഹായിച്ചത്. 1987 മാത്യു കായമലാക്ഷൻ 1 വർഷം ഇവിടെ ജോലി ചെയ്തു. പിന്നീട് 1988 ഫാദർ പോൾ മുഞ്ഞേലച്ചൻ ഇവിടെ വികാരിയായി നിയമിതനായി. 1992 ഫാദർ അബ്രഹാം പോണാട്ടച്ചന് ഇടവകയിൽ വികാരിയായിട്ട് കടന്നു വരുന്നത്. അച്ഛൻ്റെ കാലത്ത് ഒത്തിരി വികസനത്തിൻ്റെ നാളുകളായിട്ട് കാണാൻ സാധിക്കുന്നു. വിജന പ്രസ്ഥാനങ്ങൾ ഉണർവുള്ളവരായിട്ട് തീർന്നു. മിനി സ്റ്റേഡിയത്തിന് സ്ഥലം വാങ്ങിച്ചു. അതുപോലെ പള്ളിയുടെ സ്കൂളിനോട് ചേർന്ന് ഒരു ഗ്രീൻ റൂമും സ്റ്റേജും പണിയുകയുണ്ടായി. മേൽമിനുങ്ങോടി കുരിശുപള്ളിയെ സ്വതന്ത്ര കുരിശുപള്ളിയായിട്ട് ഉയർത്തിയത് അച്ഛൻ്റെ കാലത്താണ്. കൂടാതെ എടുത്തോട്ട് ഇടവകയെ സ്വതന്ത്രമായിട്ട് ഇടവകയാക്കുന്നതിനുള്ള പരിശ്രമങ്ങളും അച്ഛൻ നടത്തുകയുണ്ടായി. 1997 ഫാദർ ജേബ് കരോട്ടച്ചന് ഇവിടെ ചുമതലയേൽക്കുകയാണ്. അച്ഛൻ്റെ കാലത്ത് കലാ സാംസ്കാരിക രംഗത്തുത്തി ഉണർവ് ഇടവകയ്ക്കുണ്ടായി. നാടക ട്രൂപ്പ് രൂപീകരിക്കുകയും ഇടവകയിലും പല സ്ഥലങ്ങളിലും പോയി നാടകങ്ങൾ അവതരിപ്പിക്കുകയും ചെയ്തു. പള്ളിയുടെ മധുബഹ അച്ഛൻ്റെ കാലത്താണ് ഇപ്പോൾ കാണുന്ന രീതിയിൽ മനോഹരമാക്കി പണിത് ഉയർത്തത്. അച്ഛൻ്റെ കാലത്ത് സൺഡേ സ്കൂളിന് വേണ്ടിയിട്ട് ഒരു കെട്ടിടം പ്ലാൻ തയ്യാറാക്കുകയും പണി ആരംഭിക്കുകയും ചെയ്തു. അതുപോലെ തന്നെ ഈ പ്രദേശത്തുള്ള യാത്രാക്ലേശം പരിഹരിക്കാൻ ഒരു ജനകീയ ബസ് രൂപീകരിച്ച് പ്രവർത്തനം ആരംഭിച്ചതും അച്ഛൻ്റെ കാലത്താണ്. 2000 ഫാദർ മാണി വാഴയാരിക്കൽ ഇടവകയിലെ വികാരിയായി. അച്ഛൻ്റെ കാലത്ത് സൺഡേ സ്കൂളിൻ്റെ 1ാം നില കെട്ടിടം
കെട്ടിടത്തിന് 1-ാം നില പണി പൂർത്തിയാക്കി. അതിനുശേഷം ഫാദർ തോമസ് പതിക്കൽ 2003 ഇടവകയിൽ വികാരിയായി. അച്ഛൻ്റെ പള്ളിക്കകത്ത് കാർപ്പറ്റ് ഇടുകയും പള്ളിയുടെ സീലിംഗ് പണികൾ പൂർത്തിയാക്കുകയും ചെയ്തു. മറുപ്പച്ചാൽ പാലം പണി പൂർത്തിയാകുന്ന ഈ കാലഘട്ടത്തിലാണ്. അതുപോലെ തന്നെ മറുപ്പച്ചാൽ കേന്ദ്രമാക്കിയ ഒരു അസിസ്തി ആശ്രമം സെൻറ്റ് ഫ്രാൻസിസ് ഫ്രയേഴ്സിൻ്റെ സന്യാസ സമൂഹത്തിൻ്റെ നേതൃത്വത്തിൽ ഒരു ആശ്രമത്തിനുള്ള പ്രാരംഭ പണികൾ ആരംഭിക്കുകയും ചെയ്തു. കൂടാതെ തെങ്ങുംപള്ളി ജോൺ മെമ്മോറിയൽ വൃദ്ധസദനം മൈത്രി ഭവൻ ആരംഭിച്ചതും ഈ കാലഘട്ടത്തിലാണ്. 2008 ഫാദർ ജോസ് മുണ്ടയ്ക്കൽ ഇടവക വികാരിയായിട്ട് ചുമതലയേൽക്കുന്നു. അച്ഛൻ്റെ കാലത്താണ് ഇടവക ആരംഭിച്ചതിൻ്റെ 50-ാം വർഷം സുവർണ്ണ ജൂബിലി ആഘോഷങ്ങൾ നടത്തിയതും സ്മരണിക പുറത്തിറക്കിയതും. മറുപ്രച്ചാലിൽ ആരംഭിച്ച അസീസി വനം ആശ്രമത്തിൻ്റെ പ്രാരംഭ ജോലികൾക്കായിട്ട് ഫാദർ തോമസ് മണക്കുഴി അച്ഛന് ഇവിടെ ഇടവകയിൽ വരികയും ഇവിടെ താമസിച്ചുകൊണ്ട് ആശ്രമത്തിൻ്റെ പ്രാരംഭ പണികളും നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിക്കുകയും ചെയ്തു. ജോസച്ചൻ്റെ കാലത്താണ്, മുണ്ടക്കലച്ഛൻ്റെ കാലത്താണ് സൺഡേ സ്കൂൾ 2-ാം നിലയുടെ പണികൾ തുടങ്ങി വെച്ചതും വാർക്ക് പണികൾ പൂർത്തിയാക്കിയതും. 2011 ഫാദർ ജോർജ് ചന്തപ്പള്ളിയച്ഛൻ ഇടവക വികാരിയായിട്ട് ചുമതലയേൽക്കുന്നു. അന്നിവിടെ ഉണ്ടായിരുന്ന പള്ളിമുറി വാസയോഗ്യമല്ലാത്ത രീതിയിലായി തീർന്നതുകൊണ്ട് പുതിയ പള്ളിമുറിക്ക് വേണ്ടി പ്ലാനിടുകയും ഇപ്പോൾ കാണുന്ന മനോരമ പള്ളിമുറിയുടെ പണികൾ തുടങ്ങി പൂർത്തിയാക്കുകയും ചെയ്തു. 2013 ഓടുകൂടിയാണ് അതിൻ്റെ വെഞ്ചരിപ്പ് കർമ്മങ്ങളും നിർമ്മാണ പ്രവർത്തനം പൂർത്തിയായത്. 2014 ഇപ്പോഴത്തെ വികാരിയായി ഞാൻ ഫാദർ ജോസഫ് പൗവത്ത് ഇടവകയിൽ വികാരിയായി ചുമതല ഏൽക്കുകയും റബ്ബർ തോട്ടം റീപ്ലാന്റ് ചെയ്യാനുള്ള പണികൾ ആരംഭിച്ചു. സൺഡേ സ്കൂളിൻ്റെ 2-ാം നില പണികൾ പൂർത്തിയാക്കുന്നതിനായിട്ടുള്ള കാര്യങ്ങൾ പൂർത്തിയാക്കിയിരിക്കുകയാണ്. അത് കട്ടിളയും ഇഷ്ടിയും ഒക്കെ വെച്ച് അടവാക്കുകയും തേപ്പ് പണികളും പ്ലാസ്റ്ററിങ് പണികളും ഫ്ലോറിംഗ് പണികളും പൂർത്തിയാക്കുകയും ചെയ്തു. ഇപ്പോൾ ഇടവകയിൽ 350 കുടുംബങ്ങളുണ്ട്. എല്ലാവരും നന്നായി സഹകരിച്ചു പോകുന്നു. പ്രത്യേകമായി അത് സൂചിപ്പിച്ച പോലെ മാതൃസഭയുടെ ചൈതന്യത്തിൽ വളരുവാനാണ് ഞങ്ങൾ ശ്രമിക്കുന്നത്. സഭയുടെ തോമാട മാർഗം പാലിച്ചുകൊണ്ടും ഒരു വിശ്വാസ സമൂഹമായി, ആരാധന സമൂഹമായിട്ട്, പങ്കുവയ്ക്കുന്ന സമൂഹമായിട്ട് ഞങ്ങൾ മാറാനായിട്ട് ശ്രമിക്കുന്നു. എല്ലാ വർഷവും തിരുനാളനുബന്ധിച്ച് സഭയുടെ ഏറ്റവും വലിയ ആഘോഷമായ റാസോ കുർബാന അർപ്പിക്കുന്നുണ്ട്. കൂടാതെ യാമപ്രാർത്ഥനകൾ തന്നെ ഞങ്ങളെ പരിചയപ്പെടുത്തുകയും 7 നേര പ്രാർത്ഥനകൾ ചൊല്ലുന്നതിനായിട്ട് ആളുകളെ പഠിപ്പിക്കുകയും പരിശീലിപ്പിക്കുകയും ചെയ്യുന്നു. വിശ്വാസ പരിശീലന രംഗത്ത് കുട്ടികൾ ഞായറാഴ്ചകളിൽ ക്ലാസ് അടിസ്ഥാനത്തിൽ തന്നെ കാഴ്ചവെപ്പ് നടത്തുകയും അപ്പോൾ ശേഖരിക്കുന്ന തുകകളെ ഇവിടെ അടുത്തുള്ള മൈത്രി ഭവനിലും തൊണ്ടിയിലുള്ള മരി ഭവൻ തുടങ്ങിയ സ്നേഹഭവനുകളിൽ കൊണ്ടുപോയി കൊടുക്കുകയും ചെയ്യുന്നു. കുട്ടികളെ ഞായറാഴ്ച ക്ലാസ് അടിസ്ഥാനത്തിൽ ഈ ഭവനങ്ങളിൽ പോയി അവർക്ക് ശുശ്രൂഷ ചെയ്യുകയും സാമ്പത്തികമായി സഹായിക്കുകയും ചെയ്യുന്നുണ്ട്. കൂടാതെ എല്ലാ വർഷവും മാർത്തോമാസ്ലീഹായുടെ കബറിടം സ്ഥിതി ചെയ്യുന്ന മൈലാപ്പൂരിലേക്ക് ഇടഭാഗങ്ങൾ ഒരു വാഹനത്തിൽ ഒരു ബസ്സിൽ കൊണ്ടുപോയി പരിചയപ്പെടുത്തി കാണിക്കുന്ന തീർത്ഥാടന പരിപാടികളും നടത്തിക്കൊണ്ടുവരുന്നു. സഭയുടെ തനതായ ശൈലിയും തനിമയും പാരമ്പര്യവും ഇടഭാഗങ്ങൾക്ക് പറഞ്ഞു കൊടുക്കുകയും അവർ ഈ കാലഘട്ടത്തിന് ജീവിക്കാൻ അവർ പ്രാപ്തരാക്കുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് ഇടവകയിലുള്ള മക്കൾ ഇവിടെ വിട്ടിട്ട് ഇന്ത്യക്ക് പുറത്ത് രാജ്യങ്ങളിൽ ശുശ്രൂഷ ചെയ്യുന്നുണ്ട്. അവരെവിടെ പോയാലും അവർക്ക് കിട്ടിയിരിക്കുന്ന ആത്മീയ സമ്പത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് ജീവിക്കാൻ അവരെ പ്രാപ്തരാക്കുന്ന കാര്യങ്ങളാണ് ചെയ്തുകൊണ്ടിരിക്കുക. പ്രത്യേകിച്ചും തോമാസ്ലീഹായുടെ എൻ്റെ കർത്താവിൻ്റെ ദൈവമേ എന്നുള്ള ആ ഉദ്ധിതനെ പ്രഘോഷിക്കുന്ന ശൈലിയാണ് നമ്മൾ സഭയിൽ പിന്തുടരുന്നത്. പ്രത്യാശ നൽകുന്ന, എവിടെ ചെന്നാലും കർത്താവിൻ്റെ സാന്നിധ്യം അനുഭവിച്ചുകൊണ്ടുള്ള ഉദ്ധിതൻ്റെ സാന്നിധ്യം ജീവിക്കുന്നതിനുള്ള ആരാധനക്രമ പരിശീലനമാണ് നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുക. ജീവിത മാതൃസഭയോടൊത്ത് എന്നുള്ള മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് നമ്മുടെ പൂർവികന്മാർ ജീവിച്ചു പോകുന്ന ശൈലി, ഉപവാസത്തിൻ്റെയും പ്രാർത്ഥനയുടെയും സഹിഷ്ണുതയും ശൈലിയാണ് നമ്മൾ പ്രാവർത്തികമാക്കുക. അങ്ങനെ എല്ലാ മതങ്ങളോടും നല്ല ബന്ധങ്ങൾ പുലർത്തിയും മറ്റുള്ളവരെ ആദരിച്ചുകൊണ്ടും ഒപ്പം നമ്മുടെ തനിമ നമ്മൾ ഉയർത്തിക്കൊണ്ടുമാണ് നമ്മൾ ജീവിക്കാൻ ശ്രമിക്കുന്നത്. സഭയ്ക്ക് ഒത്തിരി ദൗത്യം ചെയ്യാനായിട്ടുണ്ടല്ലോ. നമ്മുടെ സഭയിലൂടെ ലോകത്തെ എല്ലാവരെയും നവീകരിക്കുക എന്നുള്ള ദൗത്യം നമ്മുടെ സഭയ്ക്കുണ്ട്. ലോകത്തെയും പാപത്തെയും മനസ്സ് ജയിച്ച ഈശോ മിശിഹായെ ഏറ്റുപറഞ്ഞുകൊണ്ട് ഉദ്ധിതനെ പ്രഘോഷിച്ചുകൊണ്ടുള്ള തോമസ്ലീഹായുടെ മാർഗത്തിലൂടെ മുന്നേറുവാനാണ് നമ്മൾ ശ്രമിച്ചുകൊണ്ടിരിക്കുക. അതിന് പ്രാർത്ഥന വേണം, നോമ്പുണ്ടാവണം, പരിത്യാഗപ്രവൃത്തി ചെയ്യണം. അതനുസരിച്ചുകൊണ്ട് ജൂലൈ 3 ദുഃഖാന തിരുനാളിലുള്ള ആഘോഷങ്ങളും
ഓഗസ്റ്റ് മാസം 15 നോമ്പെടുത്തും സെപ്റ്റംബറിൽ 8 നോമ്പെടുത്തുകൊണ്ടും നവംബർ 14-ാം തീയതി ക്രിസ്റ്റോഫർ തിരുനാൾ മടപ്പുരച്ചാലുള്ള കുരിശുപള്ളിയിൽ ക്രിസ്റ്റോഫർ തിരുനാൾ സഞ്ചാര മധ്യസ്ഥനായ ക്രിസ്റ്റോഫർ തിരുനാൾ ആഘോഷിച്ചുകൊണ്ടും ഡിസംബറിൽ ഈശോ പിറവി തിരുനാൾ 20 നോമ്പെടുത്ത് പ്രാർത്ഥിച്ചു ഒരുങ്ങിയും ജനുവരിയിൽ ഡിസംബർ 8-ാം തീയതി പരിശുദ്ധ അമ്മയുടെ അമലോത്ഭവ തിരുനാൾ ആഘോഷിച്ചും ജനുവരി മാസത്തിൽ അവസാനമായി ഇടവ തിരുനാൾ ആഘോഷിച്ചും ഞങ്ങൾ മുന്നേറിക്കൊണ്ടിരിക്കുന്നു. മാർച്ച് 19-ാം തീയതി ഇടവകയിൽ യോസേപ്പിതാവിൻ്റെ ഊട്ട് തിരുനാൾ നേർച്ച തിരുനാൾ കൂടി നടത്തുന്നുണ്ട്. ഈ തരത്തിൽ സ്വർഗീയ മധ്യസ്ഥലം ആവശ്യം അപേക്ഷിച്ചുകൊണ്ടും തോമസ്തയുടെ പിന്നാലെ ഞങ്ങൾക്ക് കിട്ടിയ ഉദ്ധാനുഭവത്തെ പങ്കുവെച്ചുകൊണ്ട് ഞങ്ങളെ ഒന്നിച്ച് ഐക്യത്തോടെ മുന്നേറിക്കൊണ്ടാണ് ഇരിക്കുന്നത്. അത്ഭുത കരങ്ങൾ കൊണ്ട് രോഗസൗഖ്യം നൽകി മനുഷ്യകുലത്തിൻ്റെ സർവ്വ പാപങ്ങൾക്കും സ്വയം പരിഹാരബലിയായ യേശുവിൻ്റെ അനന്ത കാരുണ്യത്തെ ഒരു നാട്യരൂപത്തിൽ അവതരിപ്പിക്കുവാൻ നമ്മുടെ കൊച്ചു കൂട്ടുകാരൻ ഇതാ. തങ്കിട കിടതക തരകിട കിടതക തത്തി തങ്കിട കിടതക തരകിട തങ്കിട കിടതക തരകിട തത്തി തങ്കിട കിടതക തരകിട താങ്കിടതക തരകിടതക താങ്കിടതക തരകിടതക തകതരകിടതക താങ്കിടതക തരകിടതക താങ്കിടതക തരകിടതക തകതരകിടതക താങ്കിടതക തരകിടതക താങ്കിടതക തരകിടതക തകതരകിടതക. കരുണാമയനേ നേരി സുദനേ കനിയുഗയെന്നിനി കർത്താവേ ബദലഹേനിൽ പുൽക്കുടിൽ തന്നിൽ ദൈവപുത്രനായി അവതരിച്ചു. കരുണാമയനേ മേരി സുദനേ കനിയുഗയെന്നിനി കർത്താവേ ബദലഹേനിൽ പുൽക്കുടിൽ തന്നിൽ ദൈവപുത്രനായി അവതരിച്ചു. ധനം ധനത്തത്ത ജുണം ജുണത്തത്ത ധിമി ധിമിത്തത്ത രത്തിത്താം ജുണം ജുണത്തത്ത ധിമി ധിമിത്തത്ത ജുണം ജുണത്ത ധിമി രത്തിത്താം താം തത്താം തത്തക തത്തിത്താം ധിം തധിം തത്തക തത്തിത്താം താം തത്ത തത്തക ധിം തധിം തത്തക തും തത്തും തത്തക നം നം തത്തക തത്തിത്ത തത്തിക്കിട്ട തും തത്തിക്കിട്ടത്തും 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 തന്നിക്കിട്ടത്തും തത്തിക്കിട്ടത്തും. ദുഃഖിതർ ഞങ്ങൾ തൻ ദുഃഖങ്ങൾ തീർപ്പാനായി മർത്യനായി മണ്ണിൽ പിറന്നവനേ. ദുഃഖിതർ ഞങ്ങൾ തൻ ദുഃഖങ്ങൾ തീർപ്പാനായി മർത്യനായി മണ്ണിൽ പിറന്നവനേ. ആശ്രയം നീയേ അഭയം നീയേ ആശ്രയം നീയേ അഭയം നീയേ സ്വർഗസ്ഥനായ പിതാവേ സ്വർഗസ്ഥനായ പിതാവേ. കരുണാമയനേ മേരി സുദനേ കനിയുഗയെന്നിനി കർത്താവേ ബദലഹേനിൽ പുൽക്കുടിൽ തന്നിൽ ദൈവപുത്രനായി അവതരിച്ചു. ധനം ധനത്തത്ത ജുണം ജുണത്തത്ത ധിമി ധിമിത്തത്ത രത്തിത്താം ജുണം ജുണത്തത്ത ധിമി ധിമിത്തത്ത ജുണം ജുണത്ത ധിമി രത്തിത്താം താം തത്താം തത്തക തത്തിത്താം ധിം തധിം തത്തക തത്തിത്താം താം തത്ത തത്തക ധിം തധിം തത്തക തും തത്തും തത്തക നം നം തത്തക തത്തിത്ത തത്തിക്കിട്ടത്തും 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 തന്നിക്കിട്ടത്തും തത്തിക്കിട്ടത്തും
അന്ധർക്കു കാഴ്ചയേകി മൂടന്തർക്കു നടയേകി മാനവർ തൻ വേദനയ്ക്കു സാന്ത്വനമേകി അന്ധർക്കു കാഴ്ചയേകി മൂടന്തർക്കു നടയേകി മാനവർ തൻ വേദനയ്ക്കു സാന്ത്വനമേകി മുൾമുടി ചൂടി കുരിശും താങ്ങി മുൾമുടി ചൂടി കുരിശും താങ്ങി പാരിനെ കാത്തരുളും യേശുനാഥ പാരിനെ കാത്തരുളും യേശുനാഥ കരുണാമയനേ മേരി സുതനേ കനിയുക എന്നെ നീ കർത്താവേ ബദലഹേമിൽ പുൽക്കുടിൽ തന്നിൽ ദൈവപുത്രനായി അവതരിച്ചു ജന്നം ജനത്തത്ത ജന്നം ജനത്തത്ത ധിമി ധിമിത്തത്ത രത്തിത്താം ജന്നം ജനത്തത്ത ധിമി ധിമിത്തത്ത ജന്നം ജനത്ത ധിമി രത്തിത്താം താം തത്താം തത്തക തത്തിത്താം ധിം തത്തിം തത്തക തത്തിത്താം താം തത്ത തത്തക ധിം തത്തിം തത്തക തും തത്തും തത്തക നം നം തത്തക തത്തിത്താം തത്തിക്കിട്ട തും തത്തിക്കിട്ടത്തും 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 നന്മ തൻ വിളക്കായി തിന്മയ്ക്കു ഇരുളായി ഭൂമിയിൽ പൊൻതാരമായി അവതരിച്ചു നന്മ തൻ വിളക്കായി തിന്മയ്ക്കു ഇരുളായി ഭൂമിയിൽ പൊൻതാരമായി അവതരിച്ചു സത്യവും നീയേ ധർമ്മവും നീയേ സത്യവും നീയേ ധർമ്മവും നീയേ സർവചരാചരത്തിൻ പൊരുളും നീയേ സർവചരാചരത്തിൻ പൊരുളും കരുണാമയനേ മേരി സുതനേ കനിയുക എന്നെ നീ കർത്താവേ ബദലഹേമിൽ പുൽക്കുടിൽ തന്നിൽ ദൈവപുത്രനായി അവതരിച്ചു കരുണാമയനേ മേരി സുതനേ കനിയുക എന്നെ നീ കർത്താവേ ബദലഹേമിൽ പുൽക്കുടിൽ തന്നിൽ ദൈവപുത്രനായി അവതരിച്ചു. ഞങ്ങൾ പെരുമന്ന ഇടവകയിലെ KCM പ്രവർത്തകരാണ്. ഞങ്ങളുടെ യൂണിറ്റിൽ 20 അംഗങ്ങളാണുള്ളത്. ഞങ്ങളുടെ പ്രവർത്തനങ്ങളെപ്പറ്റി പറയുകയാണെങ്കിൽ എല്ലാ ഞായറാഴ്ചയും ആദ്യത്തെ കുർബാനയ്ക്ക് ശേഷം അരമണിക്കൂറുള്ള മീറ്റിങ്ങും പ്രാർത്ഥനയും ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ ഇടവകയുടെ പൊതുവായ പ്രവർത്തനങ്ങളിൽ യുവജനങ്ങളുടെ സജീവമായ പങ്കാളിത്തം ഞങ്ങൾ ഉറപ്പുവരുത്താറുണ്ട്. ഇടവകയിൽ ഉൾപ്പെടുന്ന വൃദ്ധസദനമായ മൈത്രി ഭവനിലും പരിസരങ്ങളിലുള്ള വൃദ്ധസദനങ്ങളിലും നമ്മൾ സന്ദർശിച്ച് നമ്മുടെ സഹായധനങ്ങളും പ്രാർത്ഥനയും അവർക്ക് വേണ്ടി നമ്മൾ എത്തിക്കാറുണ്ട്. അതുപോലെ തന്നെ മറ്റെല്ലാ ഇടവകയുടെ എല്ലാ പ്രവർത്തനങ്ങളിലും യുവജനങ്ങളുടെ സജീവമായ പങ്കാളിത്തം ഞങ്ങൾ ഉറപ്പുവരുത്താറുണ്ട്. 1959 പെരുമന്ന ഇടവകയിൽ വിശ്വാസ പരിശീലനം ആരംഭിച്ചു. അന്ന് ഇന്നത്തെ എടത്തുട്ടി ഇടവകയും മേൽമുരിങ്ങോടിയും പെരുമന്ന ഇടവകയുടെ ഭാഗമായിരുന്നു. ആദ്യത്തെ ഹെഡ്മാഷായി KM ചാണ്ടി കലയപ്പാറയിൽ നിയമിതനായി. ഏകദേശം 150ഓളം അധ്യാപകർ ഈ കാലഘട്ടത്തിൽ പെരുമന്ന ഇടവകയിൽ വിശ്വാസ പരിശീലന രംഗത്ത് സേവനം ചെയ്തിട്ടുണ്ട്. ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സും അൽമായരും അടക്കം 16ഓളം ഡയറക്ടർമാർ സൺഡേ സ്കൂളിന് നേതൃത്വം കൊടുത്തു കടന്നുപോയി. ഇന്ന് ഏകദേശം 221ഓളം കുട്ടികൾ സൺഡേ സ്കൂളിൽ മതബോധനം നടത്തുന്നുണ്ട്. പേരാവൂർ ഫൊറോനയിലെ
മാതൃകാപരമായ ഒരു സൺഡേ സ്കൂളാണ് പെരുമുന്ന. വിശ്വാസ പരിശീലനയുടെ കാര്യത്തിലും അതുപോലെ തന്നെ മറ്റ് ആരാധനക്രമത്തിലുമെല്ലാം സജീവ സാന്നിധ്യം കുട്ടികളുടെ ഉണ്ട്. അതുപോലെ തന്നെ മറ്റ് കലാകായിക പരിപാടികളിലും കുട്ടികൾ മുൻപന്തിയിൽ തന്നെയാണ്. ഇന്ന് കുന്നൂർ സെമിനാരിലെ ബ്രദർ അടക്കം 13 അധ്യാപകർ ഇന്ന് വിശ്വാസ പരിശീലനത്തിന് വേണ്ടി സേവനം ചെയ്യുന്നുണ്ട്. ആദ്യത്തെ വികാരിയായിരുന്ന ബഹുമാനപ്പെട്ട ജോൺ ആറാഞ്ചേരിയുടെ കാലം മുതൽ ഇന്ന് ഞങ്ങളുടെ ഡയറക്ടറായിട്ട് ഞങ്ങളെ നയിക്കുന്ന ബഹുമാനപ്പെട്ട ജോസഫ് പൗവത്തച്ഛൻ വരെയുള്ള 16 ഡയറക്ടർമാരുടെ സജീവമായ നേതൃത്വം പെരുമന്ന ഇടവകയിലെ വിശ്വാസ പരിശീലനത്തിൽ മുതൽക്കൂട്ടായിട്ടുണ്ട് എന്ന് പറയാതിരിക്കാൻ നിവൃത്തിയില്ല. ഇടവക സൺഡേ സ്കൂളിൻ്റെ പ്രവർത്തനത്തിന് വേണ്ടി നല്ല രീതിയിൽ സഹകരിക്കുന്നുണ്ട്. കാരണം താഴെ കാണുന്ന കെട്ടിടം തന്നെ സാക്ഷ്യമാണ്. സൺഡേ സ്കൂളിന് വേണ്ടി മാത്രമാണ് 2 നില കെട്ടിടം വാർത്ത് വിശ്വാസ പരിശീലനത്തിന് വേണ്ടി ഇടവക അതിനു വേണ്ടി പൈസ മുടക്കിയിരിക്കുന്നത്. പെരുമന്ന ഇടവക വിശ്വാസ പരിശീലനത്തിന് മുൻതൂക്കം കൊടുത്തുകൊണ്ട് മറ്റെല്ലാം മാറ്റിവെക്കപ്പെട്ടാലും വിശ്വാസ പരിശീലനത്തിന് ഒരു കുറവും വരാതെ, കുട്ടികൾക്ക് ഒരു കുറവും വരാതെ എല്ലാ കാര്യങ്ങളും അവർ ശ്രദ്ധിക്കുന്നു. ഇടവകയിലെ എല്ലാ കുടുംബാംഗങ്ങളും പ്രത്യേകിച്ച് എല്ലാ തിരുനാളുകളും ആഘോഷമാക്കുവാൻ അവരുടെ എല്ലാ സേവനവും, വാർഷികങ്ങൾ എല്ലാം ഭംഗിയാക്കുവാൻ ഇടവകയിൽ എല്ലാവരുടെയും സഹകരണമുണ്ട്. അപ്പോൾ ഞങ്ങളിവിടെ വരുന്നത് 1943 സെപ്റ്റംബറിലാണ് വരുന്നത്. കുടുംബം അന്ന് ഞാനും ചാച്ചനും അമ്മയും എൻ്റെ 6 ഓരോ നിമിഷവും ദൈവമേ നിൻ സ്തുതി പാടിടും ഞാൻ, ഓരോ ശ്വാസത്തിലും